ഹായ് എല്ലാവർക്കും നമസ്കാരം. PSC അവേഴ്സിൻ്റെ മറ്റൊരു സെക്ഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ സെക്ഷനിൽ നമ്മൾ PSCയുടെ PYQ 10th പ്രിലിംസിൻ്റെ 2022 നടന്ന ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ റിലേറ്റഡ് ഫാക്ട്സ് ഡിസ്കസ് ചെയ്യാനാണ് പോകുന്നത്. അപ്പോൾ നമുക്ക് തുടങ്ങാം. കണ്ടിന്യൂവേഷൻ വീഡിയോ ആണ്. ഫസ്റ്റ് പാർട്ട്, സെക്കൻഡ് പാർട്ട് കഴിഞ്ഞു. ഇത് തേർഡ് പാർട്ടാണ്. അപ്പോൾ നമുക്ക് തുടങ്ങാം. ആദ്യത്തെ ചോദ്യം, വിന്ധ്യാപർവ്വതം മുതൽ ഇന്ത്യൻ ഉപദ്വീപിൻ്റെ തെക്കേ അറ്റം വരെ വ്യാപിച്ചു കിടക്കുന്ന വിസ്തൃതമായ ഭൂവിഭാഗം എന്താണ് അറിയപ്പെടുന്നത്? ആൻസർ ഡക്കാൻ പീഠഭൂമിയാണ്. എന്താണ്? വിന്ധ്യാപർവ്വതം മുതൽ ഇന്ത്യൻ ഉപദ്വീപിൻ്റെ തെക്കേ അറ്റം വരെ വ്യാപിച്ചു കിടക്കുന്ന വിസ്തൃതമായ ഭൂവിഭാഗമാണ് ഡക്കാൻ പീഠഭൂമി. അപ്പോൾ ഡക്കാൻ പീഠഭൂമിയെക്കുറിച്ച് നോക്കാം. ഉത്തരമഹാസമതലത്തിലും തീരസമതലത്തിനും ഇടയിൽ സ്ഥിതി ചെയ്യുന്ന ഭൂപ്രദേശമാണ് ഉപദ്വീപീയ പീഠഭൂമി. ഉത്തരമഹാസമതലത്തിനും തീരസമതലത്തിനും ഇടയിൽ സ്ഥിതി ചെയ്യുന്ന ഭൂപ്രദേശമാണ് ഉപദ്വീപീയ പീഠഭൂമി. അടുത്ത പോയിന്റ്, ഉറപ്പേറെ ശിലകളാൽ നിർമ്മിതമായ ഉപദ്വീപീയ പീഠഭൂമി ഇന്ത്യയിലെ ഏറ്റവും വിസ്തൃതവും പഴക്കം ചെന്നതുമായ ഭൂവിഭാഗമാണ്. ഉറപ്പേറെ ശിലകളാൽ നിർമ്മിതമായ ഉപദ്വീപീയ പീഠഭൂമി എന്താണ്? ഇന്ത്യയിലെ ഏറ്റവും വിസ്തൃതവും പഴക്കം ചെന്നതുമായ ഭൂവിഭാഗമാണ്. അടുത്ത പോയിന്റ്, നിമ്നോന്നതികൾ നിറഞ്ഞ ഈ ഭൂവിഭാഗത്തിന്റെ വിസ്തൃതി ഏകദേശം 15 ലക്ഷം ചതുരശ്ര കിലോമീറ്റർ ആണ്. എന്താണ്? നിമ്നോന്നതികൾ നിറഞ്ഞ ഈ ഭൂവിഭാഗത്തിന്റെ വിസ്തൃതി ഏകദേശം എത്രയാണ്? 15 ലക്ഷം ചതുരശ്ര കിലോമീറ്റർ ആണ്. അടുത്ത പോയിന്റ് നോക്കാം. പർവ്വതങ്ങൾ, പീഠഭൂമികൾ, താഴ്വരകൾ എന്നിങ്ങനെ വൈവിധ്യമാർന്ന ഭൂപ്രകൃതിയാണ് ഇവിടെയുള്ളത്. എന്തൊക്കെയാണ്? പർവ്വതങ്ങളുണ്ട്, പീഠഭൂമികൾ, താഴ്വരകൾ എന്നിങ്ങനെ വൈവിധ്യമാർന്ന ഭൂപ്രകൃതിയാണ് ഇവിടെയുള്ളത്. അടുത്ത പോയിന്റ്, ഈ മേഖലയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയാണ് ആനമുടി. എത്രയാണ് ഉയരം? 2695 മീറ്ററാണ് ഇതിൻ്റെ ഏകദേശം ഉയരം. അടുത്ത പോയിന്റ്, ഉപദ്വീപീയ പീഠഭൂമി എന്താണ്? ധാതുക്കളുടെ കലവറ എന്നറിയപ്പെടുന്നുണ്ട്. ഉപദ്വീപീയ പീഠഭൂമി ധാതുക്കളുടെ കലവറ എന്നറിയപ്പെടുന്നുണ്ട്. അതായത് വിവിധ തരം ധാതുക്കളുടെ ഒട്ടനവധി നിക്ഷേപങ്ങൾ ഈ മേഖലയിൽ ഉള്ളതിനാൽ ഉപദ്വീപീയ പീഠഭൂമിയെ ധാതുക്കളുടെ കലവറ എന്ന് വിളിക്കാം. എന്തുകൊണ്ടാണ് ധാതുക്കളെ കലവറ എന്ന് വിളിക്കുന്നത്? വിവിധ തരം ധാതുക്കളുടെ ഒട്ടനവധി നിക്ഷേപങ്ങൾ ഈ മേഖലയിൽ ഉള്ളതിനാൽ ഉപദ്വീപീയ പീഠഭൂമിയെ ധാതുക്കളുടെ കലവറ എന്ന് വിളിക്കാം. അപ്പോൾ ഇന്ത്യയിലെ ധാതു നിക്ഷേപ കലവറ എന്നറിയപ്പെടുന്ന പീഠഭൂമിയാണ് ഛോട്ടാ നാഗ്പൂർ പീഠഭൂമി. ഇന്ത്യയിലെ ധാതു നിക്ഷേപ കലവറ എന്നറിയപ്പെടുന്ന പീഠഭൂമിയാണ് ഇത്, ഛോട്ടാ നാഗ്പൂർ പീഠഭൂമി. പിന്നെ എന്താണ്? വിവിധ തരം ധാതുക്കളുടെ ഒട്ടനവധി നിക്ഷേപങ്ങൾ ഈ മേഖലയിൽ ഉള്ളതിനാൽ ഉപദ്വീപീയ പീഠഭൂമിയെ ധാതുക്കളുടെ കലവറ എന്നും വിളിക്കാം. അടുത്ത പോയിന്റ് നോക്കാം. കാലികമായി മാത്രം മഴ ലഭിക്കുന്ന ഇവിടുത്തെ നൈസർഗിക സസ്യജാലങ്ങളാണ് ഉഷ്ണമേഖല ഇലപൊഴിയും കാടുകളാണ്. ഇവിടുത്തെ നൈസർഗിക സസ്യജാലങ്ങൾ എന്താണ്? ഉഷ്ണമേഖല ഇലപൊഴിയും കാടുകളാണ്. ഉഷ്ണമേഖല ഇലപൊഴിയും കാടുകളാണ്. ഉഷ്ണമേഖല ഇലപൊഴിയും കാടുകളാണ് ഇവിടുത്തെ നൈസർഗിക സസ്യജാലങ്ങൾ. എന്താണ്? കാലികമായി മാത്രം മഴ ലഭിക്കുന്ന അതുകൊണ്ടാണ് ഇവിടുത്തെ നൈസർഗിക സസ്യജാലങ്ങൾ ഉഷ്ണമേഖല ഇലപൊഴിയും കാടുകളാണ്. പിന്നെ എന്തൊക്കെ വൃക്ഷങ്ങളാണ്? തേക്ക്, സാല്, ചന്ദനം, മുള എന്നിവ ഇവിടെ കാണപ്പെടുന്നു. എന്തൊക്കെയാണ്? തേക്ക്, സാല്, ചന്ദനം, മുള എന്നിവ ഇവിടെ കാണപ്പെടുന്നു. തേക്ക്, സാല്, ചന്ദനം, മുള എന്നിവ ഇവിടെ കാണപ്പെടുന്നു. അടുത്ത പോയിന്റ്, ഉപദ്വീപീയ പീഠഭൂമിയുടെ തെക്കു ഭാഗമായ ഡക്കാൻ പീഠഭൂമിയുടെ മിക്ക പ്രദേശങ്ങളും അനേകം ദശലക്ഷം വർഷങ്ങൾക്ക് മുമ്പ് ഒഴുകി പരന്ന ലാവ തണുത്തറിഞ്ഞുണ്ടായവയാണ്. അപ്പോൾ ഉപദ്വീപീയ പീഠഭൂമിയുടെ തെക്കാണ് ഡക്കാൻ പീഠഭൂമി. എന്താണ്? ഉപദ്വീപീയ പീഠഭൂമിയുടെ തെക്കു ഭാഗമായ ഡക്കാൻ പീഠഭൂമിയുടെ മിക്ക പ്രദേശങ്ങളും എന്താണ്? അനേകം ദശലക്ഷം വർഷങ്ങൾക്ക് മുമ്പ് ഒഴുകി പരന്ന ലാവ തണുത്തുറഞ്ഞുണ്ടായതാണ്. അടുത്ത പോയിന്റ്, പ്രധാനമായും എന്താണ്? ബസാൾട്ട് എന്ന ആഗ്നേയശിലകളാൽ നിർമ്മിതമായ ഈ പീഠഭൂമിയിൽ വ്യാപകമായി കറുത്ത മണ്ണ് കാണപ്പെടുന്നു. പ്രധാനമായും എന്താണ്? ബസാൾട്ട് എന്ന ആഗ്നേയശിലകളാൽ നിർമ്മിതമായ ഈ പീഠഭൂമിയിൽ വ്യാപകമായിട്ട് എന്താ കാണപ്പെടുന്നത്? കറുത്ത മണ്ണ് കാണപ്പെടുന്നുണ്ട്. അടുത്ത പോയിന്റ് നോക്കാം. ഈ മണ്ണ് പരുത്തി കൃഷിക്ക് അനുയോജ്യമായതിനാൽ കറുത്ത പരുത്തി മണ്ണ് എന്നും അറിയപ്പെടുന്നുണ്ട്. ഈ മണ്ണ് എന്താണ്? പരുത്തി കൃഷിക്ക് അനുയോജ്യമായതിനാൽ ഇത് എന്തും കൂടി അറിയപ്പെടുന്നു? കറുത്ത പരുത്തി മണ്ണ് എന്നും കൂടി അറിയപ്പെടുന്നുണ്ട്. അടുത്ത പോയിന്റ് നോക്കാം. ത്രികോണാകൃതിയിൽ നർമ്മദയുടെ തെക്ക് ഭാഗത്തായി സ്ഥിതി ചെയ്യുന്ന പീഠഭൂമിയാണ് ഉപദ്വീപീയ ഡക്കാൻ പീഠഭൂമി. ത്രികോണാകൃതിയിൽ നർമ്മദയുടെ തെക്ക് ഭാഗത്തായി കാണപ്പെടുന്ന പീഠഭൂമിയാണ് ഡക്കാൻ പീഠഭൂമി. ഏതാകൃതിയിലാണ്? ത്രികോണാകൃതിയിൽ നർമ്മദയുടെ തെക്ക് ഭാഗത്തായി കാണപ്പെടുന്ന പീഠഭൂമിയാണ് ഡക്കാൻ പീഠഭൂമി. ഇനി ഡക്കാൻ പീഠഭൂമിയിലൂടെ ഒഴുകുന്ന നദികൾ ഏതൊക്കെയാണ്? മഹാനദി, ഗോദാവരി, കൃഷ്ണ, കാവേരി. ഡക്കാൻ പീഠഭൂമിയിലൂടെ ഒഴുകുന്ന നദികളാണ് മഹാനദി, ഗോദാവരി, കൃഷ്ണ, കാവേരി. അപ്പോൾ ഒന്നുകൂടെ ഒന്ന് നോക്കാം.
വിന്ധ്യാപർവ്വതം മുതൽ ഇന്ത്യൻ ഉപദ്വീപിന്റെ തെക്കേ അറ്റം വരെ വ്യാപിച്ചു കിടക്കുന്ന വിസ്തൃതമായ ഭൂവിഭാഗം എന്താ അറിയപ്പെടുന്നത്? ഡക്കാൻ പീഠഭൂമി എന്നാണ് അറിയപ്പെടുന്നത്. പിന്നെന്താണ്? ഉത്തര മഹാസമതലത്തിനും തീരസമതലത്തിനും ഇടയിൽ സ്ഥിതി ചെയ്യുന്ന ഭൂപ്രദേശമാണെന്ത്? ഉപദ്വീപീയ പീഠഭൂമി. അടുത്ത പോയിന്റ്, ഉറപ്പേറിയ ശിലകളാൽ നിർമ്മിതമായ ഉപദ്വീപീയ പീഠഭൂമി ഇന്ത്യയിലെ ഏറ്റവും വിസ്തൃതവും പഴക്കം ചെന്നതുമായ ഭൂവിഭാഗമാണ്. അടുത്ത പോയിന്റ് നോക്കാം. നിമ്നോന്നതികൾ നിറഞ്ഞ ഈ ഭൂവിഭാഗത്തിന്റെ വിസ്തൃതി ഏകദേശം എത്രയാണ്? 15 ലക്ഷം ചതുരശ്ര കിലോമീറ്റർ ആണ്. നിമ്നോന്നതികൾ നിറഞ്ഞ ഈ ഭൂവിഭാഗത്തിന്റെ വിസ്തൃതി ഏകദേശം വരുന്നത് 15 ലക്ഷം ചതുരശ്ര കിലോമീറ്റർ ആണ്. അടുത്ത പോയിന്റ്, ഈ ഭാഗത്ത് എന്തൊക്കെയാണുള്ളത്? പർവ്വതങ്ങൾ, പീഠഭൂമികൾ, താഴ്വരകൾ എന്നിങ്ങനെ വൈവിധ്യമാർന്ന ഭൂപ്രകൃതിയാണ് ഇവിടെ ഉള്ളത്. പർവ്വതങ്ങൾ, പീഠഭൂമികൾ, താഴ്വരകൾ എന്നിങ്ങനെ വൈവിധ്യമാർന്ന ഭൂപ്രകൃതിയാണ് ഇവിടെ ഉള്ളത്. അടുത്ത പോയിന്റ്, ഈ മേഖലയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയാണ് ഏത്? ആനമുടി. 2695 മീറ്റർ ആണ്. ഈ മേഖലയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയാണ് ആനമുടി. 2695 മീറ്റർ ആണ്. അടുത്ത പോയിന്റ്, വിവിധതരം ധാതുക്കളുടെ ഒട്ടനവധി നിക്ഷേപങ്ങൾ ഈ മേഖലയിൽ ഉള്ളതിനാൽ എന്തും കൂടി അറിയപ്പെടുന്നു? ഉപദ്വീപീയ പീഠഭൂമിയെ ധാതുക്കളുടെ കലവറ എന്നറിയപ്പെടുന്നു. കൂടാതെ എന്താണ്? ഇന്ത്യയുടെ ധാതു നിക്ഷേപത്തിന്റെ കലവറ എന്നറിയപ്പെടുന്ന പീഠഭൂമിയാണ് ഇത്? ഛോട്ടാ നാഗ്പൂർ പീഠഭൂമി. ഇന്ത്യയുടെ ധാതു നിക്ഷേപത്തിന്റെ കലവറ എന്നറിയപ്പെടുന്ന പീഠഭൂമിയാണ് ഛോട്ടാ നാഗ്പൂർ പീഠഭൂമി. ഉപദ്വീപീയ പീഠഭൂമി ധാതുക്കളുടെ കലവറ എന്നറിയപ്പെടുന്നുണ്ട്. അടുത്ത പോയിന്റ് നോക്കാം. എന്താണ്? നൈസർഗിക സസ്യജാലങ്ങൾ ഉഷ്ണമേഖല ഇലപൊഴിയും കാടുകളാണ്. ഇവിടുത്തെ എന്താണ്? കാലികമായി മാത്രം മഴ ലഭിക്കുന്ന ഇവിടുത്തെ നൈസർഗിക സസ്യജാലങ്ങൾ ഉഷ്ണമേഖല ഇലപൊഴിയും കാടുകളാണ്. എന്തൊക്കെ മരങ്ങളാണുള്ളത്? തേക്ക്, സാല്, ചന്ദനം, മുള എന്നിവയാണ് ഇവിടെ കാണപ്പെടുന്നത്. തേക്ക്, സാല്, ചന്ദനം, മുള എന്നിവ ഇവിടെ കാണപ്പെടുന്നു. അടുത്ത പോയിന്റ്, ഉപദ്വീപീയ പീഠഭൂമിയുടെ തെക്ക് ഭാഗമായ ഡക്കാൻ പീഠഭൂമിയുടെ മിക്ക പ്രദേശങ്ങളും എന്താണ്? അനേകം ദശലക്ഷം വർഷങ്ങൾക്ക് മുമ്പ് ഒഴുകി പരന്ന ലാവ തണുത്തുറഞ്ഞു ഉണ്ടായവയാണ്. അപ്പോൾ ഉപദ്വീപീയ പീഠഭൂമിയുടെ തെക്കാണ് ഡക്കാൻ പീഠഭൂമി. അടുത്ത പോയിന്റ് നോക്കാം. പ്രധാനമായും ബസാൾട്ട് എന്ന ആഗ്നേയശിലകളാൽ നിർമ്മിതമായ ഈ പീഠഭൂമിയിൽ വ്യാപകമായിട്ട് കറുത്ത മണ്ണ് കാണപ്പെടുന്നുണ്ട്. പ്രധാനമായും ഏത് ശിലകളാണ്? ബസാൾട്ട് എന്ന ആഗ്നേയശിലകളാൽ നിർമ്മിതമായ ഈ പീഠഭൂമിയിൽ വ്യാപകമായിട്ട് കറുത്ത മണ്ണ് കാണപ്പെടുന്നുണ്ട്. ഈ മണ്ണ് പരുത്തി കൃഷിക്ക് അനുയോജ്യമായതിനാൽ കറുത്ത പരുത്തി മണ്ണ് എന്നും അറിയപ്പെടുന്നു. ഈ മണ്ണ് എന്തിനാണ് അനുയോജ്യം? പരുത്തി കൃഷിക്ക് അനുയോജ്യമായതിനാൽ കറുത്ത പരുത്തി മണ്ണ് എന്നും അറിയപ്പെടുന്നു. അടുത്ത പോയിന്റ് നോക്കാം. ഡക്കാൻ പീഠഭൂമി എന്താണ്? ത്രികോണാകൃതിയിൽ നർമ്മദയുടെ തെക്ക് ഭാഗത്തായി സ്ഥിതി ചെയ്യുന്ന പീഠഭൂമിയാണ് എന്ത്? ഡക്കാൻ പീഠഭൂമി. ഏതാകൃതിയിലാണ്? ത്രികോണാകൃതിയിൽ നർമ്മദയുടെ തെക്ക് ഭാഗത്ത് കാണപ്പെടുന്ന പീഠഭൂമിയാണ് ഡക്കാൻ പീഠഭൂമി. അടുത്തത്, ഡക്കാൻ പീഠഭൂമിയിലൂടെ ഒഴുകുന്ന നദികളാണ് ഏതൊക്കെ? മഹാനദി, ഗോദാവരി, കൃഷ്ണ, കാവേരി. മഹാനദി, ഗോദാവരി, കൃഷ്ണ, കാവേരി ഒക്കെ ഡക്കാൻ പീഠഭൂമിയിലൂടെ ഒഴുകുന്ന നദികളാണ്. അടുത്ത ചോദ്യം നോക്കാം. താഴെ തന്നിട്ടുള്ളവയിൽ നിന്നും ശരിയായ പാരമ്പര്യേതര ഊർജ്ജ സ്രോതസ്സുകൾ കണ്ടെത്തുക. ആൻസർ വരുന്നത് സി ആണ്. 1, 2, 3. സൗരോർജം, ജൈവവാതകവും സൗരോർജവും, കാറ്റിൽ നിന്നുള്ള ഊർജം. അടുത്ത പോയിന്റ് നോക്കാം. സൗരോർജം എന്താണ്? പുനഃസ്ഥാപിക്കാൻ കഴിയുന്ന ഒരു ഊർജ്ജ സ്രോതസ്സാണ് സൂര്യൻ. സൂര്യനിൽ നിന്ന് വരുന്ന പ്രകാശോർജ്ജത്തെ വൈദ്യുതോർജ്ജമാക്കി മാറ്റുന്ന ഒരു ഉപകരണമാണ് സോളാർ സെൽ. അടുത്ത പോയിന്റ്, അനേകം സോളാർ സെല്ലുകൾ യോജിപ്പിച്ച് നിർമ്മിക്കുന്നതാണ് ഇത്? സോളാർ പാനൽ. സോളാർ പാനലിൽ നിന്ന് ലഭിക്കുന്ന വൈദ്യുതി സ്റ്റോറേജ് ബാറ്ററികളിൽ സംഭരിച്ച് ആവശ്യാനുസരണം പ്രയോജനപ്പെടുത്താവുന്നതാണ്. അടുത്ത പോയിന്റ്, സോളാർ തെർമൽ പവർ പ്ലാന്റുകളിൽ സൗരോർജ്ജം ഉപയോഗിച്ച് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. അടുത്തത്, കാറ്റിൽ നിന്നുള്ള ഊർജ്ജം നോക്കാം. പുനഃസ്ഥാപിക്കാൻ കഴിയുന്നതും പരിസ്ഥിതി സൗഹൃദപരവുമായ ഒരു നല്ല ഊർജ്ജ രൂപവുമാണ് എന്ത്? പവനോർജ്ജം. കാറ്റിൽ നിന്നുള്ള ഊർജ്ജത്തെ പവനോർജ്ജം എന്നും അറിയപ്പെടുന്നുണ്ട്. അടുത്ത പോയിന്റാണ്, കാറ്റിന്റെ ശക്തി ഉപയോഗിച്ച് ടർബൈൻ കറക്കി ജനറേറ്റർ പ്രവർത്തിപ്പിച്ച് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നു. കാറ്റിന്റെ ശക്തി ഉപയോഗിച്ച് ടർബൈൻ കറക്കി ജനറേറ്റർ പ്രവർത്തിപ്പിച്ചാണ് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നത്. അടുത്ത പോയിന്റ് നോക്കാം. ബയോമാസ് എന്താണ്? വിറക്, ചാണക, വരളി എന്നിവ പുരാതന കാലം മുതലേ ഉപയോഗിക്കുന്ന ഇന്ധനങ്ങളാണ്. ഇത്തരം ഇന്ധനങ്ങൾ സസ്യങ്ങളിൽ നിന്നും ജന്തുക്കളിൽ നിന്നും ലഭിക്കുന്നവയായതിനാൽ ഇവയെ ജൈവാവശിഷ്ടങ്ങൾ അഥവാ ബയോമാസ് എന്നറിയപ്പെടുന്നു. അടുത്ത ചോദ്യം നോക്കാം. ഇന്ത്യയുമായി കര അതിർത്തി പങ്കുവയ്ക്കുന്ന അയൽ രാജ്യങ്ങൾ ഏതാണെന്ന് കണ്ടെത്തുക. ഇന്ത്യയുമായി കര അതിർത്തി പങ്കുവയ്ക്കുന്ന അയൽ രാജ്യങ്ങൾ ഏതാണെന്ന് കണ്ടെത്തുക. 1, 2, 3, 4 വരുന്നുണ്ട്. അപ്പോൾ ചൈന, നേപ്പാൾ, പാകിസ്ഥാൻ, ഭൂട്ടാൻ ഒക്കെ എന്താണ്? ഇന്ത്യയുമായി കര അതിർത്തി പങ്കുവയ്ക്കുന്ന അയൽ രാജ്യങ്ങളാണ്. അപ്പോൾ ഇതിൻ്റെ റിലേറ്റഡ് ഫാക്ട്സ് നോക്കാം. ആദ്യത്തെ പോയിന്റ്, ഇന്ത്യയുടെ കര അതിർത്തി എത്രയാണ്?
15,106 കിലോമീറ്ററാണ്. ഇന്ത്യയുടെ കരാതിർത്തി എത്രയാണ്? 15,106 കിലോമീറ്ററാണ്. അടുത്ത പോയിന്റ്, ഇന്ത്യയുമായി കരാതിർത്തി പങ്കിടുന്ന രാജ്യങ്ങളുടെ എണ്ണം 7ആണ്. ഇന്ത്യയുമായിട്ട് കരാതിർത്തി പങ്കിടുന്ന രാജ്യങ്ങളുടെ എണ്ണം എത്രയാണ്? 7ആണ്. അടുത്ത പോയിന്റ്, ഇന്ത്യയുമായി കരാതിർത്തി പങ്കിടുന്ന രാജ്യങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. പാകിസ്ഥാൻ, അഫ്ഗാനിസ്ഥാൻ, ചൈന, നേപ്പാൾ, ഭൂട്ടാൻ, മ്യാൻമർ ഒക്കെ എന്താണ്? ഇന്ത്യയുമായിട്ട് കരാതിർത്തി പങ്കിടുന്ന രാജ്യങ്ങളാണ്. ഇതൊക്കെയാണ് പാകിസ്ഥാൻ, അഫ്ഗാനിസ്ഥാൻ, ചൈന, നേപ്പാൾ, ഭൂട്ടാൻ, മ്യാൻമർ, ബംഗ്ലാദേശ് എന്നിവയാണ് ഇന്ത്യയുമായി കരാതിർത്തി പങ്കിടുന്ന 7 രാജ്യങ്ങൾ. അടുത്തത്, ഇന്ത്യയുമായി കരാതിർത്തി പങ്കിടുന്ന ഏറ്റവും വലിയ രാജ്യമാണ് ഇത്? ഭൂട്ടാൻ. ഏറ്റവും വലുതല്ല, ഏറ്റവും ചെറിയ രാജ്യമാണ് ഭൂട്ടാൻ. ഇന്ത്യയുമായി കരാതിർത്തി പങ്കിടുന്ന ഏറ്റവും ചെറിയ രാജ്യമാണ് ഇത്? ഭൂട്ടാൻ. അടുത്ത പോയിന്റ്, ഇന്ത്യയുടെ ഏറ്റവും ചെറിയ അയൽ രാജ്യം മാലിദ്വീപാണ്. ഇന്ത്യയുമായിട്ട് കരാതിർത്തി പങ്കിടുന്നതിൽ ഏറ്റവും ചെറിയ രാജ്യം ഭൂട്ടാനാണ്, പക്ഷേ ഇന്ത്യയുടെ ഏറ്റവും ചെറിയ അയൽ രാജ്യം മാലിദ്വീപാണ്. അടുത്ത പോയിന്റ്, ഇന്ത്യയുമായിട്ട് അതിർത്തി പങ്കിടുന്ന ഏറ്റവും വലിയ രാജ്യമാണ് ഇത്? ചൈന. ഇന്ത്യയുമായിട്ട് അതിർത്തി പങ്കിടുന്ന ഏറ്റവും വലിയ രാജ്യമാണ് ഇത്? ചൈന. അടുത്ത പോയിന്റ് നോക്കാം. ഇന്ത്യയുമായി ഏറ്റവും കൂടുതൽ കരാതിർത്തി പങ്കിടുന്ന രാജ്യം ഏതാണ്? ബംഗ്ലാദേശാണ്. ഇന്ത്യയുമായിട്ട് ഏറ്റവും കൂടുതൽ കരാതിർത്തി പങ്കിടുന്ന രാജ്യം ബംഗ്ലാദേശാണ്. അടുത്ത പോയിന്റ്, ഇന്ത്യയുമായി ഏറ്റവും കുറവ് കരാതിർത്തി പങ്കിടുന്ന രാജ്യം അഫ്ഗാനിസ്ഥാനാണ്. ഇന്ത്യയുമായിട്ട് ഏറ്റവും കൂടുതൽ കരാതിർത്തി പങ്കിടുന്നത് ബംഗ്ലാദേശും ഏറ്റവും കുറവ് കരാതിർത്തി പങ്കിടുന്ന രാജ്യം അഫ്ഗാനിസ്ഥാനുമാണ്. ഒന്നുകൂടെ നോക്കാം, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇന്ത്യയുമായിട്ട് കരാതിർത്തി പങ്കുവയ്ക്കുന്ന അയൽ രാജ്യങ്ങൾ ഏതൊക്കെയാണെന്നാണ് ചോദ്യം. ചൈന ഉണ്ട്, നേപ്പാൾ, പാകിസ്ഥാൻ, ഭൂട്ടാൻ ഒക്കെ എന്താണ്? ഇന്ത്യയുമായി കരാതിർത്തി പങ്കുവയ്ക്കുന്ന രാജ്യങ്ങളാണ്. ഇന്ത്യയുടെ കരാതിർത്തി 15,106.7 കിലോമീറ്ററാണ്. ഇന്ത്യയുമായി കരാതിർത്തി പങ്കുവയ്ക്കുന്ന രാജ്യങ്ങളുടെ എണ്ണം 7ആണ്. അവ ഏതൊക്കെയാണ്? പാകിസ്ഥാൻ, അഫ്ഗാനിസ്ഥാൻ, ചൈന, നേപ്പാൾ, ഭൂട്ടാൻ, മ്യാൻമർ, ബംഗ്ലാദേശ് ഒക്കെയാണ് ഇന്ത്യയുമായിട്ട് കരാതിർത്തി പങ്കെടുക്കുന്ന രാജ്യങ്ങളുടെ എണ്ണം. ഇന്ത്യയുമായി കരാതിർത്തി പങ്കിടുന്ന ഏറ്റവും ചെറിയ രാജ്യമാണ് ഏത്? ഭൂട്ടാൻ. ഇന്ത്യയുടെ ഏറ്റവും ചെറിയ അയൽ രാജ്യമാണ് മാലിദ്വീപ്. അടുത്തത്, ഇന്ത്യയുമായി അതിർത്തി പങ്കിടുന്ന ഏറ്റവും വലിയ രാജ്യം ചൈനയാണ്. അടുത്ത പോയിന്റ്, ഇന്ത്യയുമായിട്ട് ഏറ്റവും കൂടുതൽ കരാതിർത്തി പങ്കിടുന്ന രാജ്യം ബംഗ്ലാദേശാണ്. ഇന്ത്യയുമായിട്ട് ഏറ്റവും കുറവ് കരാതിർത്തി പങ്കിടുന്ന രാജ്യം അഫ്ഗാനിസ്ഥാനാണ്. അടുത്ത ചോദ്യം നോക്കാം. ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ഏതാണ് എന്നാണ്. മൗണ്ട് എവറസ്റ്റ് ആണ് ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി. ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയാണ് ഇത്? മൗണ്ട് എവറസ്റ്റ്. മൗണ്ട് എവറസ്റ്റിനെ കുറിച്ച് നോക്കാം. ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയാണ് മൗണ്ട് എവറസ്റ്റ്. ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയാണ് ഇത്? മൗണ്ട് എവറസ്റ്റ്. നേപ്പാളിൽ സാഗർമാത എന്നും ടിബറ്റിൽ ചോമാലുങ്മ എന്നും അറിയപ്പെടുന്നത് മൗണ്ട് എവറസ്റ്റ് ആണ്. എന്താണ്? നേപ്പാളിൽ സാഗർമാത എന്നും ടിബറ്റിൽ ചോമാലുങ്മ എന്നും അറിയപ്പെടുന്നത് ആരാണ്? മൗണ്ട് എവറസ്റ്റ് ആണ്. അടുത്ത പോയിന്റ്, ഉയരം 8,848 മീറ്ററാണ്. ഉയരം എത്രയാണ്? മൗണ്ട് എവറസ്റ്റിൻ്റെ ഉയരം 8,848 മീറ്ററാണ്. അടുത്ത പോയിന്റ്, എവറസ്റ്റ് സ്ഥിതി ചെയ്യുന്ന രാജ്യം ഏതാണ്? നേപ്പാളാണ്. എവറസ്റ്റ് സ്ഥിതി ചെയ്യുന്ന രാജ്യം ഏതാണ്? നേപ്പാളാണ്. അപ്പോൾ ഒന്നുകൂടെ നോക്കാം. ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയാണ് മൗണ്ട് എവറസ്റ്റ്. ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയാണ് മൗണ്ട് എവറസ്റ്റ്. നേപ്പാളിൽ സാഗർമാത എന്നും ടിബറ്റിൽ ചോമാലുങ്മ എന്നും അറിയപ്പെടുന്നത് ആരാണ്? മൗണ്ട് എവറസ്റ്റ് ആണ്. ഇതിൻ്റെ ഉയരം എത്രയാണ്? 8,848 മീറ്ററാണ്. എവറസ്റ്റ് സ്ഥിതി ചെയ്യുന്ന രാജ്യം ഏതാണ്? നേപ്പാളാണ് എവറസ്റ്റ് സ്ഥിതി ചെയ്യുന്ന രാജ്യം. അടുത്ത പോയിന്റ് നോക്കാം. അടുത്ത ചോദ്യം നോക്കാം. മണികാരൻ താപോർജ കേന്ദ്രം സ്ഥിതി ചെയ്യുന്ന ഇന്ത്യൻ സംസ്ഥാനം ഏതാണ്? മണികാരൻ താപോർജ കേന്ദ്രം സ്ഥിതി ചെയ്യുന്ന ഇന്ത്യൻ സംസ്ഥാനമാണേത്? ഹിമാചൽ പ്രദേശ്. മണികാരൻ താപോർജ കേന്ദ്രം സ്ഥിതി ചെയ്യുന്ന ഇന്ത്യൻ സംസ്ഥാനമാണേത്? ഹിമാചൽ പ്രദേശ്. അപ്പോൾ ആദ്യത്തെ പോയിന്റ് നോക്കാം. ഗീസറുകളിൽ നിന്നും പുറന്തള്ളുന്ന ചുടുജലത്തെയും താപോർജ്ജ ഉൽപാദനത്തിനായിട്ട് ഉപയോഗിച്ചു വരുന്നു. ഈ ഊർജത്തെ ഭൗമ താപോർജ്ജം എന്നാണ് വിളിക്കുന്നത്. എന്താണ്? ഗീസറുകളിൽ നിന്നും പുറന്തള്ളുന്ന ചൂടുജലത്തെയും താപോർജ്ജ ഉൽപാദനത്തിനായിട്ട് ഉപയോഗിച്ചു വരുന്നുണ്ട്. ഈ ഊർജത്തെ ഭൗമ താപോർജ്ജം എന്നാണ് വിളിക്കുന്നത്. ഇന്ത്യയിൽ ഹിമാചൽ പ്രദേശിലെ മണികരനാണ് എന്ത്? ഒരു ഭൗമ താപോർജ്ജ നിലയമാണ്. ഇന്ത്യയിൽ ഹിമാചൽ പ്രദേശിലെ മണികരണിൽ ഒരു ഭൗമ താപോർജ്ജ നിലയം സ്ഥാപിച്ചിട്ടുണ്ട്. അടുത്ത പോയിന്റ് എന്താണ്? ഭൂമിയിലെ ചൂടുറവയിൽ നിന്നും വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുമ്പോൾ ലഭിക്കുന്ന ഊർജ്ജമാണ് ജിയോ തെർമൽ ഊർജ്ജം. എന്താണ്? ഭൂമിയിലെ ചൂട് നീരുറവയിൽ നിന്നും വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുമ്പോൾ ലഭിക്കുന്ന ഊർജ്ജമാണ് ഏത്? ജിയോ തെർമൽ ഊർജ്ജം. അടുത്ത പോയിന്റ്, ജിയോ തെർമൽ ഊർജ്ജം ഉൽപ്പാദിപ്പിക്കുന്ന പ്രദേശങ്ങൾ ഏതൊക്കെയാണ്? തത്താപാനി ഛത്തീസ്ഗഡ്, കാംബെ ഗുജറാത്ത്, പുഗാവലി ലഡാക്ക്. ജിയോ തെർമൽ
ഊർജം ഉൽപ്പാദിപ്പിക്കുന്ന പ്രദേശങ്ങളാണ് തത്താപാനി ഛത്തീസ്ഗഡ്, ഖാംബെ ഗുജറാത്ത്, പുഗാവലി ലഡാക്ക്. അടുത്ത പോയിന്റ്, ഇന്ത്യയിലെ ആദ്യത്തെ വൻകിട ജിയോ തെർമൽ പവർ പ്രൊജക്റ്റ് നിലവിൽ വരുന്നത് എവിടെയാണ്? ലഡാക്കിലെ പുഗ വില്ലേജിലാണ് ഇന്ത്യയിലെ ആദ്യത്തെ വൻകിട ജിയോ തെർമൽ പവർ പ്രൊജക്റ്റ് നിലവിൽ വരുന്നത്. ലഡാക്കിലെ പുഗ വില്ലേജിലാണ്. ഇന്ത്യയിലെ ആദ്യത്തെ പരീക്ഷണ ജിയോ തെർമൽ പ്ലാന്റ് ആണ് ഏത്? മണികരൺ, ഹിമാചൽ പ്രദേശിലെ. ഇന്ത്യയിലെ ആദ്യത്തെ പരീക്ഷണ ജിയോ തെർമൽ പ്ലാന്റ് ആണ് ഏത്? ഹിമാചൽ പ്രദേശിലെ മണികരൺ. അപ്പോൾ ഒന്നുകൂടെ നോക്കാം. മണികരൺ താപോർജ്ജ കേന്ദ്രം സ്ഥിതി ചെയ്യുന്ന ഇന്ത്യൻ സംസ്ഥാനമാണ് ഹിമാചൽ പ്രദേശ്. എന്താണ്? ഗീസറുകളിൽ നിന്നും പുറന്തള്ളുന്ന ചൂടുജലത്തെയും താപോർജ്ജോൽപാദനത്തിനായിട്ട് ഉപയോഗിച്ചു വരുന്നു. ഈ ഊർജ്ജത്തെ ഭൗമ താപോർജ്ജം എന്നാണ് വിളിക്കുന്നത്. അടുത്ത പോയിന്റ്, ഇന്ത്യയിൽ ഹിമാചൽ പ്രദേശിലെ മണികരണിൽ ഒരു ഭൗമ താപോർജ്ജ നിലയം സ്ഥാപിച്ചിട്ടുണ്ട്. ഇന്ത്യയിൽ ഹിമാചൽ പ്രദേശിലെ മണികരണിൽ എന്താണ്? ഒരു ഭൗമ താപോർജ്ജ കേന്ദ്രം സ്ഥാപിച്ചിട്ടുണ്ട്. അടുത്ത പോയിന്റ്, ഭൂമിയിലെ ചൂടു നീരുറവയിൽ നിന്നും വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുമ്പോൾ ലഭിക്കുന്ന ഊർജ്ജമാണെന്ത്? ജിയോ തെർമൽ ഊർജ്ജം. ഭൂമിയിലെ ചൂട് നീരുറവയിൽ നിന്നും വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുമ്പോൾ ലഭിക്കുന്ന ഊർജ്ജമാണ് ജിയോ തെർമൽ ഊർജ്ജം. അടുത്ത പോയിന്റ് എന്താണ്? ജിയോ തെർമൽ ഊർജ്ജം ഉൽപ്പാദിപ്പിക്കുന്ന പ്രദേശങ്ങളാണ് തത്താപാനി ഛത്തീസ്ഗഡ്, അടുത്തത് കാംബെ ഗുജറാത്ത്, പുഗാവലി ലഡാക്ക്. അടുത്ത പോയിന്റ്, ഇന്ത്യയിലെ ആദ്യത്തെ വൻകിട ജിയോ തെർമൽ പവർ പ്രൊജക്റ്റ് വരുന്നത് പുഗ വില്ലേജ് ലഡാക്കിലാണ്. ഇന്ത്യയിലെ ആദ്യത്തെ വൻകിട ജിയോ തെർമൽ പവർ പ്രോജക്റ്റ് വരുന്നത് ലഡാക്കിലെ പുഗ വില്ലേജിലാണ്. അടുത്ത പോയിന്റ് എന്താണ്? ഇന്ത്യയിലെ ആദ്യത്തെ പരീക്ഷണ ജിയോ തെർമൽ പ്ലാന്റ് ഏതാണ്? മണികരൺ ആണ്. ഹിമാചൽ പ്രദേശിലെ മണികരനാണ് ഇന്ത്യയിലെ ആദ്യത്തെ പരീക്ഷണ ജിയോ തെർമൽ പ്ലാന്റ്. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ ക്ലാസ്സുകളൊക്കെ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. നമ്മുടെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ, കമൻറ്റ് ചെയ്യൂ. നിങ്ങളുടെ വിലപ്പെട്ട നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ അറിയിക്കൂ. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. താങ്ക്